എറണാകുളം കാഞ്ഞിരമറ്റത്ത് പെൺസുഹൃത്തിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് +1 വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. ദൃശ്യങ്ങൾ പകർത്തിയ സഹപാഠികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, നമ്മൾ സമീപകാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ചർച്ച ചെയ്തതാണ് കുട്ടികൾക്കിടയിലെ അക്രമവാസന. ഇപ്പോൾ പരസ്പരം കൊല്ലാനെന്ന വിധത്തിൽ മർദ്ദിക്കുന്ന കുട്ടികൾ അത് കണ്ടു നിൽക്കുകയാണ് ഒരു കൂട്ടം സഹപാഠികൾ. തീർച്ചയായിട്ടും വരില്ല. രണ്ട് പേർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേർ ഒരു പെൺസുഹൃത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പരസ്പരം കലഹിക്കുന്നത്. അവർ മാരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നുണ്ട്. തലയ്ക്കാണ് ഈ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്നത്. പക്ഷേ അവിടെ നമ്മളെ ഞെട്ടിച്ച അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, കൂടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇത് നോക്കി നിൽക്കുകയാണ്. അവർ മൊബൈൽ ഫോണിൽ ഇത് പകർത്തുകയാണ്. അല്ലാതെ ആരും ഇത് പിടിച്ചു മാറ്റാനോ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. അത് അധ്യാപകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അവർക്ക് പരസ്പരം തമ്മിൽ തല്ലുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുകയുമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ വളരെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യമാണ്. സെയിൻറ്റ് ഇഗ്നേഷ്യസ് കാഞ്ഞിരമറ്റത്തെ +1 വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പെൺസുഹൃത്തിനെ ചൊല്ലി തർക്കമുണ്ടായി. അത് വലിയ മർദ്ദനത്തിൽ കലാശിച്ചത്. 2 പേരും തലയ്ക്കാണ് പരസ്പരം മർദ്ദിക്കുന്നത്. അത് ക്രൂരമായി തന്നെയാണ് ഇടിക്കുന്നത്. അത് ഇടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ കുട്ടികൾക്ക് ഒരു താങ്ങാൻ കഴിയുന്ന ഇടിയല്ല. പക്ഷേ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ആ സ്കൂളിൽ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പോലും അത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സഹിൻ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പ്രചരിപ്പിച്ചതും വിദ്യാർത്ഥികൾ തമ്മിലാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും, മുഖത്തിനും തലയ്ക്കും തന്നെയാണ് ആഞ്ഞാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്.